രുചിവൈവിധ്യങ്ങൾ തീർത്ത് പുല്ലൂരിൽ പായസമേള സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിലെ വനിതാ വേദിയാണ് പായസമേള ഒരുക്കിയത്. വിവിധ പായസങ്ങളുടെ രുചിക്കൂട്ടിന്റെ വൈവിധ്യങ്ങളൊരുക്കി പുല്ലൂരിൽ പായസ പാചക മത്സരം നടന്നു. വണ്ണാർവയൽ അഡ്വക്കേറ്റ് പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിലെ വനിതാ വേദിയാണ് പായസ പാചക മത്സരം സംഘടിപ്പിച്ചത്. വീട്ടമ്മമാർക്കായി നടത്തിയ മത്സരത്തിൽ 17 തരം പായസങ്ങൾ തയ്യാറാക്കി മേള സംഘടിപ്പിച്ചു. ഗ്രന്ഥാലയത്തിൽ നടക്കുന്ന ഓർമ്മയുടെ 60 ആണ്ടിന്റെ ഭാഗമായാണ് പായസമേള നടത്തിയത്. വീടുകളിൽ നിന്ന് തയ്യാറാക്കി പ്രദർശനമൊരുക്കിയാണ് മേള സംഘടിപ്പിച്ചത്. പഴം പായസം മുതൽ ചക്കക്കുരു പായസം വരെ മേളയിലെത്തി. പഴം പായസം തയ്യാറാക്കിയ ലക്ഷ്മി പുല്ലൂർ 1ാം സ്ഥാനവും ചക്കര വരട്ടി പായസം ഒരുക്കിയ അനഘ സുധീറിന് 2ാം സ്ഥാനവും ഗോതമ്പ് പായസവും അടപ്രഥമനും ഒരുക്കിയ രജനി കരിമ്പുവളപ്പിലും വിജയശ്രീയും 3ാം സ്ഥാനവും നേടി. പായസമേള ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം രമ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ ജീവിത പുസ്തകം അടുക്കും ചിട്ടയോടും കൂടി നിങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ കൃത്യമായ ചിട്ടയോടുകൂടി നിങ്ങളുടെ കടമകൾ എന്താണ്, നിങ്ങൾക്ക് ഈ സമയത്തുള്ള കടമകൾ എന്താണ്, വിദ്യാഭ്യാസം, അതിന് പുറമേയുള്ള മറ്റ് കാര്യങ്ങൾ, അതൊന്നും ഒട്ടും ഒഴിവാക്കാതെ അതൊക്കെ ചെയ്തുകൊണ്ട് അതിൻ്റെ ആവശ്യത്തിന് നിങ്ങൾക്ക് മീഡിയ ആവശ്യമുണ്ട്. ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല. ഞാനിത് പറയാൻ കാരണം ഒരു കുട്ടിയെ രക്ഷിതാവോ അതിൽ ദേഷ്യപ്പെടാനില്ല. കുട്ടികൾ അവരുടെ വിലപ്പെട്ട സമയങ്ങൾ അനാവശ്യമായി മീഡിയകളിൽ കളയുന്നുണ്ട്. നിങ്ങൾ ടി വി അല്ല, ഇപ്പം പണ്ട് കാലത്ത് ടി വി ഒന്ന് കുറച്ചാൽ മതിയായിരുന്നു എന്നായിരുന്നു എല്ലാവരുടെയും വേവലാതി. ഇപ്പം ഈ ഫോണിൽ യൂട്യൂബ് ഇത്രയും ചാനൽ ഇതിലൊക്കെ വരുന്നതൊന്ന് കാർട്ടൂണുകളോ മറ്റോ വരുന്നതൊന്ന് കുറച്ചാൽ മതി എന്നാണ്. കാരണം വല്ലാതെ എല്ലാവരെയും, കുട്ടികളെ മാത്രമല്ല മുതിർന്നവരെയും വല്ലാതെ ആകർഷിക്കുന്നൊരു മേഖലയായിട്ടുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, ശരി തന്നെ. എത്ര പേര് അതിലെ നല്ല കാര്യങ്ങൾ മാത്രം നോക്കുന്നുണ്ട്. വനിതാവേദി പ്രസിഡന്റ് പി വി ശ്യാമള അധ്യക്ഷയായി. രമണി രാജൻ, ഉഷ നാരായണൻ, സുധീഷ് കൃഷ്ണ, എൻ മഞ്ജുഷ, ബീന രാജൻ എന്നിവർ സംസാരിച്ചു. പായസമേള കാണുവാനും രുചിക്കൂട്ടുകൾ അറിയുവാനുമായി നിരവധി പേർ ഗ്രന്ഥാലയത്തിലെത്തി. തുടർന്ന് പായസ വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.